ആലിയ കട്ടിൽ വരുന്ന ഒരു ഡിസൈനർ കുർത്തിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നെക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ആലിയ കട്ടിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത ശേഷം ഫ്രെയിമിലേക്ക് ക്ലോത്ത് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്കിൻ്റെ ഈ പോർഷനിൽ നിന്ന് താഴേക്ക് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ആലിയ കട്ടിൻ്റെ ഈ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷമാണ് ഇതിലേക്ക് ഡിസൈൻസ് ഒക്കെ വരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഡിസൈൻസ് വരച്ചെടുക്കാനായിട്ട് ഇവിടെ എടുത്തേക്കുന്നത് പ്രോ സർക്കിളാണ് കേട്ടോ. അപ്പോൾ പ്രോ സർക്കിൾ വെച്ചിട്ട് നമുക്ക് ഡിസൈൻസ് വരച്ചു കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡിസൈൻസ് ഒക്കെ വരച്ചെടുക്കേണ്ടത് ഫ്രെയിമിലേക്ക് ക്ലോത്ത് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പം വരച്ച് കാണിക്കുന്നത് ഫ്രെയിമിൽ ഫിക്സ് ചെയ്തിട്ട് വരച്ച് കാണിക്കുവാണ്. പക്ഷേ അത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിങ്ങനെ വരയ്ക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഈ ഡിസൈനൊക്കെ വരച്ചിട്ട് വർക്ക് ചെയ്തിട്ട് ആ ഫ്രെയിമിൽ നിന്ന് അത് അഴിച്ചെടുക്കുമ്പം ഡിസൈൻസൊക്കെ ചെരിഞ്ഞൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും വരയ്ക്കുമ്പം ഫ്രെയിമിൽ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വേണം ഡിസൈൻ വരച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ സർക്കിൾ ഞാൻ ഇതുപോലെ വരച്ചിട്ട് സെൻറ്ററിലും നമ്മൾ ഇതുപോലെ തന്നെ വരച്ച് കൊടുക്കുവാണ്. എന്നിട്ട് സൈഡിലേക്കും ഇതേപോലെ വരും. അപ്പോൾ ആലിയ കട്ടിൻ്റെ ആ യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനാണ് ഇങ്ങനെ സർക്കിൾസ് വരച്ച് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ നെക്കിൻ്റെ ഈ ബോർഡറിലൂടെയാണ് കേട്ടോ ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് നീഡിൽ നമ്പർ 12 ആണ്. ഇത് വെച്ചിട്ടാണ് സാധാരണ ബീഡ്സ് വർക്കൊക്കെ ചെയ്യാറുള്ളത്. അത് നോർമൽ ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലോത്തിൻ്റെ അതേ കളറുള്ള ത്രെഡ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സാധാരണ വർക്കുകൾ ചെയ്യാറുള്ളത്. അപ്പോൾ നീഡിൽ ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കട്ട് ബീഡ് എടുക്കുകയാണ്. ആൻറ്റി ഗോൾഡിൻ്റെ കട്ട് ബീഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് നമുക്ക് ഒന്ന് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഇപ്പം നമ്മളൊരു ബീഡ് വെച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് ഫ്രണ്ടിലേക്ക് നീഡിലൊന്ന് ഇതുപോലെ കുത്തുവാണ്. എന്നിട്ട് അതിലേക്ക് വീണ്ടും ഒരു ബീഡ് എടുത്തിട്ട് ബാക്കിലേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബാക്ക് സ്റ്റിച്ചിൻ്റെ മെത്തേഡിൽ ബീഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ബീഡ്സ് വർക്കൊന്നും ഇളകി പോകില്ല കേട്ടോ, ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ സ്റ്റിച്ച് ചെയ്താൽ. ഇപ്പോൾ നമ്മൾ നെക്കിൻ്റെ ബോർഡറിലൂടെ ഒരു റോ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആലിയ കട്ടിൻ്റെ ബോർഡറിലൂടെയും ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ റൗണ്ട് ഷേപ്പ് വന്നിട്ടുണ്ടല്ലോ, അതിൽ നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ വേണം ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഈ ഒരു ഡയറക്ഷനും ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് റൗണ്ടിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ബോർഡറിലൂടെയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെയാണ് ബീഡ്സ് നമുക്ക് റൗണ്ടിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നതെന്ന്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ അടുത്ത റൗണ്ടിൻ്റെ ഹാഫ് സർക്കിളാണ് ഇതുപോലെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ, ഒരു വേവിൻ്റെ ഷേപ്പിലാണ് നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ബാക്കി ഹാഫ് പോർഷൻ ഈ ഒരു രീതിയിലും സ്റ്റിച്ച് ചെയ്തെടുക്കണം.
ഇനി ആ സർക്കിളിൻ്റെ അകത്ത് നമുക്കൊരു ഗോൾഡൻ റൗണ്ട് ബീഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് വീണ്ടും നീഡിലെടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 കട്ട് ബീഡ് ഒരു സീക്വൻസ് വെച്ചിട്ട് ഫ്ലവർ പോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി 2 സർക്കിളിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ നീഡിൽ ഇതുപോലെ എടുക്കുവാണ്. എന്നിട്ട് അതിലേക്ക് ഒരു 2 കട്ട് ബീഡ് എടുത്തിട്ട് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ 2 കട്ട് ബീഡ് എടുത്തിട്ട് ആദ്യത്തെ ഒന്ന് ചെരിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു. ഇനി ഇവിടുന്ന് വീണ്ടും നീഡിലെടുത്തിട്ട് അപ്പുറത്തെ വശത്തേക്കും 2 കട്ട് ബീഡ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുവാണ്. എന്നിട്ട് സെൻറ്ററിലൂടെ നമുക്ക് 2 കട്ട് ബീഡ് എടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ലീഫ് പോലെ ഇപ്പം നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ചെയ്ത് കൊടുക്കണം. ഈ സർക്കിളിൻ്റെയൊക്കെ ഇടയ്ക്ക് കുറച്ച് സ്പേസ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു 2 കട്ട് ബീഡ് എടുത്തിട്ട് അവിടെ ബാക്ക് സ്റ്റിച്ച് പോലെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പോർഷനും ഫില്ലാകുന്നതായിരിക്കും. യോക്കിൻ്റെ ബാക്കി പോർഷനിലൊക്കെ സ്പേസ് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ എല്ലാം ഒരു ചെറിയ ഫ്ലവർ പോലെ വരുന്നുണ്ട്. അപ്പോൾ നടുക്ക് നമുക്കൊരു ഗോൾഡൻ റൗണ്ട് ബീഡ് വെക്കാം. എന്നിട്ട് അവിടെ ഒരു ഫ്ലവർ പോലെ ചെയ്യാനായിട്ട് 2 കട്ട് ബീഡും ഒരു സീക്വൻസും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. കുർത്തിയുടെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പം യോക്ക് പോർഷൻ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കണം. പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന കുർത്തിയാണ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.